മതി. അപ്പോൾ ഞങ്ങളെ വൈകിട്ടത്തെ ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുലാവ് വയ്ക്കുന്നു, പനീർ ഉണ്ടാക്കുന്നു, ഇതെന്തുവാ ഫൂൽഗോബി ഒഴുങ്ങുന്നു, ഒന്നും പറയണ്ട, എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു. പിന്നെ അടുക്കളയൊക്കെ നല്ല ഒരു പരിവായിട്ടുണ്ട്, സാരമില്ല, എന്നാലും വേണ്ടല്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ദിനേശ് അങ്കിളും ഉണ്ട് പാചകത്തിന്. ഇനി എന്നെ ചേച്ചി രാവിലെ ടെൻഷനിലാണ്. ചോറ് വെക്കുന്നു, ആകെ തിരക്കാ. ഒരാളും ഉണ്ടായിരുന്നു, പോയി ഇനി മാറും. എല്ലാം ഭംഗിയായിട്ട് എല്ലാം ചെയ്യട്ടെ. ഒരാളിവിടെ പനീർ തിന്നോണ്ടിരിക്കുന്നു, വലിയ സ്റ്റൈലിലൊക്കെയാണ് കണ്ടോ, കണ്ണാടിയൊക്കെ തലേ വെച്ച പാചകം ചെയ്യുന്നത്. ശ്രീജാമ ഇവിടെ പനീറിന് ഞങ്ങൾ മസാലയൊക്കെ എടുക്കുന്നു. പനീറൊക്കെ ഇപ്പോൾ ഉണ്ടാക്കും. ഇപ്പം ഞങ്ങളുടെ റൈസ് ഇച്ചിരി ഏറെ ഇടം മുന്തിരിങ്ങ മതിയല്ലോ. എന്ത് ഇത്രയും പോരാ? കുറച്ച് മാറ്റിയല്ലേ, കുറച്ച് ഇട്ടേ, കുഴപ്പമില്ല, പായസത്തിന് അത്ര വേണ്ട. ഞങ്ങളിതൊക്കെ ഇട്ടു. ഇനി മല്ലിയില ഇങ്ങനെ ചെയ്യാം. പുതിന വേറെ ഒന്നും വേണമല്ലോ. നാരങ്ങാ നീരൂടെ ഉണ്ട് കുഞ്ഞെ. വെച്ചു കണ്ടോ. ഇനി അടുത്തത് ഞങ്ങൾ വെജിറ്റബിൾസിൻ്റെ മസാല വറക്കുന്നു. ശ്രീജയെല്ലാം വറക്കുന്നതും ഇളക്കുന്നതും. പിന്നെ ഒരു കാര്യം, എനിക്ക് ഇച്ചിരി ഹൈറ്റ് കുറവാണ്, ശ്രീജയ്ക്ക് കറക്റ്റ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മസാലയൊക്കെ കറക്റ്റാക്കി. ആർക്കെങ്കിലും ഇതിനകത്തോട്ട് ചിക്കൻ ഇടാൻ തോന്നുന്നുണ്ടോ? ഇനി ഞങ്ങൾ ഇതിനകത്തോട്ട് ഞങ്ങൾ തക്കാളിക്ക് ഇടുന്നു. ഇതരിഞ്ഞത് നമ്മുടെ സന്ധ്യ ദിനേശാണ്. ആലു കോളിഫ്ലവർ കണ്ടിട്ട് വേറെന്തോ പോലുണ്ട് ശ്രീജ. ഇതിനകത്തൂടെ നോക്കിയിട്ടേ എന്തോ ഒരു പുതിയ കൂട്ടാണ്. എന്തായാലും ശർക്കര കൊണ്ടുണ്ടാക്കിയേ. ഓക്കെ, ഇനി ഞങ്ങൾ സലാഡ് ഉണ്ടാക്കാൻ പോവാണ്. തൈര് സലാഡ്. പായസമുണ്ട്, പായസം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. നോക്കാം. ഇത് ചുപ്പ് ഞാനാണെങ്കിൽ ഇതോടെ ഇടും. തക്കാളിക്ക് ഞാൻ തക്കാളിക്ക് എടുക്കില്ല, കാരണം എല്ലാവർക്കും തക്കാളിക്ക് പിടിക്കത്തില്ല. ചിലർക്ക് പുളി, തൈരിൻ്റെ പുളി മറ്റേതൂടെ ചേർത്തേര്. അതാ മറ്റേത് ഒരെണ്ണം ഇരിക്കട്ടെ. പൊട്ടിച്ചതാട്ടോ, അത് ഒഴിച്ചോ? മൊത്തം ഒഴിച്ചോ? അതാ ഞാൻ പറയാം, ഇളക്കിലൊക്കെ എന്തും വേണം പൊളിപ്പിക്കും. അല്ല, അത് മൊത്തം ഒഴിച്ചോ? ഇച്ചിരി ലൂസ് വേണം. എടുക്കാൻ ചെയ്യും. ഞങ്ങൾ സലാഡ് ഉണ്ടാക്കും.
സാരമില്ല സാരമില്ല. ആ മോളെ സെക്കൻഡെങ്കിലും കിട്ടും. കാരണശാലയിൽ അടുപ്പിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ പാടില്ലാതൊന്നും ചെയ്തുകൂടാ. വൃന്ദാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൊണ്ടുപോകും. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇത്രയൊക്കെ പാടിയില്ലേ വെട്ടിപ്പണ്ണെ? ഒന്ന് ചിരിക്കും. ഫ്രണ്ടിനെ വിളിക്കേ. ഓക്കെ, ഇപ്പൊ ഗിഫ്റ്റ് കിട്ടിയാണ്. മോൻ വിളിക്കണം അടുത്ത ആളിനെ. ഗുരുദക്ഷിണയാണോ? ഗുരുദക്ഷിണയാണോ?
ചോറ് അത് ആലു പൂൽഗോപി കോളിഫ്ലവർ. ഇടയ്ക്ക് അത് വിളമ്പാൻ കൊണ്ടുപോയി. എങ്ങനെയുണ്ട്? കൊള്ളാവോ? സൂപ്പർ. അപ്പം നമുക്കിനി ഇവിടുത്തെ ഫുഡ് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. മഞ്ജു എങ്ങനെയുണ്ട്? കൊള്ളാവോ? സാമ്പാറും അവിയലും വരുന്നേ കുഴപ്പമില്ല. അതിനെന്താ, സാരമില്ല. ആന്നോ? ആ ഓക്കെ, താങ്ക് യു. അല്ല, എൻ്റെ ഇവിടുത്തെ യോഗക്കാർ ഇച്ചിരി ഫുഡ് കഴിച്ചില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. അത് മാറി. ആ ഉപ്പുണ്ടോ? ഇല്ല. ഉണ്ടോ? അതെന്തെന്ന സാധനം? ആ കൂട്ടാനോ? ഓ, അതിനി ഇളകാനാണോ? നോക്കണേ. ഗോപിയോ? എരിവൊക്കെ കറക്റ്റാണോ? എങ്ങനെയുണ്ട്? സൂപ്പർ ഫുഡ്. പിന്നെ ഞാൻ ഒരു ഗ്യാരണ്ടി തരാം, ഹെൽത്തിയാണ് എൻ്റെ ഫുഡ്. കാരണം ഓയില് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറവാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിത് യൂട്യൂബിൽ ഇടുന്നുണ്ട്. ആ